എനിക്ക് ഇപ്പോൾ ഉള്ള കാരണന്മാരോട് പറയാൻ എന്താണെന്നാ ഉള്ളത്. ഇപ്പോൾ ഉള്ള മക്കളുടെ പണ്ടത്തെ അല്ല. നിങ്ങൾ നല്ല സ്കൂളിൽ, അതായത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെല്ലാം പഠിപ്പിച്ചോ, നല്ല കാര്യം, അങ്ങനെ തന്നെ വേണം, പഠിപ്പിക്കണം. പക്ഷേ നിങ്ങൾ വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടി പഠിപ്പിക്കണം. ഞാനിത് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങളുടെ വീട്ടിലെ മര്യാദ, എല്ലാവരും ആ മക്കളെ മര്യാദ പഠിപ്പിക്കണം. മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണ്ടേന്ന്, അതുപോലെ സ്നേഹം, എല്ലാവരെയും സ്നേഹിക്കാൻ, മര്യാദ, വിവേകം. എല്ലാവരോടും ഒത്തിരി ഇപ്പോൾ ഉള്ള മക്കളെയൊക്കെ കാണുമ്പോഴില്ലേ, അവർക്ക് കാരണന്മാരോടൊക്കെ ഒരു മര്യാദയില്ലെന്നേ. എന്താ അവർ കാണിച്ചു കൂട്ടണത്? പണ്ടൊക്കെ നമ്മൾ പുറത്ത് പറയാനുള്ള നമ്മുടെ സ്വകാര്യത പോലും ഇപ്പോൾ ഉള്ള മക്കൾ അത് പബ്ലിക്കിൻ്റെ മുമ്പിൽ പറയണേ. അതൊക്കെ വീട്ടിൽ മര്യാദ അച്ചടക്കം പഠിപ്പിക്കാത്ത കൊണ്ടാണ്. അച്ചടക്കത്തോടെ മക്കളെ പഠിപ്പിക്കണം, മക്കളെ വളർത്തണം, മനസ്സിലായ? അതുകൊണ്ട് ഞാൻ ഇപ്പോഴത്തെ കാരണന്മാർക്ക് അതില്ല. ഇപ്പോഴത്തെ കാരണന്മാരെന്ന് പറഞ്ഞാൽ അവർക്കില്ല മര്യാദയൊന്നും. അവരും കാണിച്ചു കൂട്ടണത് തന്നെയല്ലേ മക്കളും കാണുന്നത്. അതുപോലെ അതുകൊണ്ട് ഞാൻ പറയണേന്, മക്കളെ നമ്മൾ നല്ല സ്നേഹത്തോടെ വളരാൻ. അതുപോലെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. നിങ്ങൾ ഇംഗ്ലീഷ് സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ വീട്ടിൽ മലയാളം പഠിപ്പിക്കണവരെ, മലയാളത്തിൽ സംസാരിക്കാൻ പഠിപ്പിക്കണവരെ. എനിക്ക് മലയാളം അറിയില്ല, ഒരിക്കലും അങ്ങനെ പാടില്ല. എനിക്ക് മലയാളം അറിയാം, അങ്ങനെ പഠിപ്പിക്കണം, മനസ്സിലായ? അതാണ് നമ്മുടെ എന്താ പറയുക, കേരളത്തിൽ അതായിരിക്കണം. ഇപ്പോഴത്തെ മക്കളെയൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിൽ കൊണ്ട് പഠിപ്പിച്ചിട്ട് അവർ അപ്പൂപ്പനമ്മൂമ്മനോട് വരെ ഇംഗ്ലീഷിലാണ് സംസാരിക്കണം. അത് ഇപ്പോഴത്തെ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ അത് ഉൾക്കൊണ്ട് അവരും അങ്ങനെ ആവണുണ്ട്. പക്ഷെ അതൊക്കെ എന്താ കാണാനായിട്ട്, ഒന്നും കൊള്ളൂല്ലെന്നേ, വളരെ ബോറാണ്. നമ്മുടെ ആ മര്യാദ, മലയാളത്തിൽ സംസാരിക്കുക. എനിക്കും ചില വാക്കുകളൊന്നും കിട്ടാറില്ല, പക്ഷെ അതൊക്കെ പഠിക്കണം, അതാണ് വേണ്ടത്, ഇല്ലേ? അതുകൊണ്ട് നിങ്ങൾ എത്ര ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിച്ചാലും നിങ്ങളുടെ വീട്ടിലെ മര്യാദയും കൂടി നിങ്ങൾ പഠിപ്പിക്കണം, അതാണ് വേണ്ടത്. ഇന്ന് അതാണ് ഇല്ലാത്തത്.